രാവിലെ എണീറ്റ് നേരെ നമ്മുടെ അമ്പലപ്പൂക്കളുടെ അടുത്ത് പോയിട്ട് അതിൽ കിടക്കുന്ന ഗപ്പികൾക്ക് കുറച്ച് തീറ്റിട്ട് തുടങ്ങും. ആ ഒരു ദിവസത്തിന് ഒരു പ്രത്യേക പോസിറ്റിവിറ്റിയാണ്. അങ്ങനെ ഇരിക്കുന്നത് തെങ്ങിന്റെ മേളിൽ നിന്ന് എന്തോ കഴിച്ച് ബാക്കി തൊണ്ട് മാത്രമായിട്ട് നിലത്തേക്കിട്ടുണ്ട് കേട്ടാ. 2 മുട്ടയാണ്, എന്തിന്റെയാണെന്ന് അറിയില്ല. ഒരു ക്രീം കളറിൽ ഡോട്ട് ഡിസൈനാണ് കേട്ടോ വരുന്നത്. കാക്കയുടെ മുട്ടയല്ല, എന്തായാലും കാക്ക കഴിച്ചിട്ട് ഇട്ട മുട്ടയാവാൻ ചാൻസ് ഉണ്ട്. ഇതിന്ന് ഫാമിലി ഒരു വിസിറ്റർ ഉണ്ട് കേട്ടാ, അബിയാണ്. അവനപ്പോ കുറച്ച് അകലെന്ന് വന്നിട്ടുള്ള നമ്മുടെ ഫാമിലിക്ക്. അപ്പൊ അവനിന്ന് ഞാൻ കുറച്ച് തീറ്റ കൊടുക്കാൻ പോകും. അവനെന്തായാലും നമ്മുടെ ഫിഷുകൾക്കൊക്കെ ഒന്ന് ഫീഡ് ചെയ്യട്ടെ. ഈ കാണുന്നത് നോർമൽ കുളവാഴയില്ല കേട്ടോ, വെള്ള കളറിൽ പൂവിരിയുന്ന കുളവാഴയാണ്. അത് നോക്കിയിരിക്കെ അടിയിൽ നമ്മുടെ ഒരു കക്ക ഡെഡ് ആയിരിക്കുന്നു. ഡെഡ് ആകുമ്പോൾ മാത്രമേ അതിന് ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുള്ളൂ കേട്ടോ. ഡെഡ് അതിന്റെ റീസൺ എനിക്ക് അറിയില്ല. ഫാമിലിക്ക് വേറൊരാളും കൂടെ എത്തിയിരിക്കും. അതിങ്ങനെ പിടിക്കാം ആസ്തെറ്റിക് ആയിട്ട്. സത്യത്തിൽ നീരജനാണ് നല്ല ഭംഗിയാട്ടോ, പക്ഷെ മുടി കെട്ടിയ കാരണമാണ് നീരജന് ഇപ്പൊ കാണാൻ വലിയ ലുക്കില്ലാത്ത. അല്ലേ അല്ല അല്ല അല്ലേ 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 വാ, നിനക്കൊരു സാധനം കാണിച്ചു നിനക്കൊരു സാധനം കാണിച്ചു വാ. എങ്ങനെയുണ്ടാ താമര അമ്പൽ? വളരെ മോശമായിട്ട്. ഇതല്ല അത് അത് അതിലും മോശമായിട്ട്. അൺബോക്സിംഗ് തെറാപ്പിയാണ്. അൺബോക്സ് ആയില്ലോ. ഇത് രാത്രി മാത്രം വിരിയണത് കേട്ടോ. 12 മണിക്ക് ശേഷം രാത്രി വന്നു കഴിഞ്ഞാൽ ഈ പൂ വിരിഞ്ഞിക്കും. ഉച്ചയാകുമ്പോ ഇത് വേറെ താമരയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് വരുവാണ്. ഈ അമ്പൽ വാടി കഴിഞ്ഞു, അതുകൊണ്ട് 6 out of 10. യെല്ലോ ഒരു 7 out of 10. കച്ചവടം മുടങ്ങി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട്